നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും തമ്മിലുള്ള കളി മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചതോടെ ആഴ്സണലിൻ്റെ ടൈറ്റിൽ റേസിലുള്ള ആധിപത്യം കഴിഞ്ഞില്ലേ? ഇനി കിരീട സാധ്യതയുണ്ടോ? ചോദ്യം മൈക്കൽ ആർട്ടിറ്റയോടാണ്. ഇന്നൊരു ചോദ്യം വരാനുള്ള കാരണം, ഇപ്പോൾ 33 കളി 70 പോയിൻ്റ് ആഴ്സണൽ ഒന്നാമതാണെങ്കിലും 32 കളി 67 പോയിൻറ്റുമായിട്ട് സിറ്റി രണ്ടാമതാണ്. ഒരു കളി അവർ കുറച്ചാണ് കളിച്ചത്. ആ കുറഞ്ഞ കളി അവർ ഇനി വിജയിക്കുകയാണെങ്കിൽ പോയിൻ്റ് ഒപ്പത്തിനൊപ്പം പോവും. കാര്യങ്ങൾ എളുപ്പമല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ചോദ്യം ആർട്ടിറ്റയോട്. ആർട്ടിറ്റയുടെ മറുപടി, തീർച്ചയായിട്ടും ഇനി ഇതൊരു പുതിയ പ്രീമിയർ ലീഗാണ്. അങ്ങനെയാണ് ഞാനിതിനെ കാണുന്നത്. അവർക്ക് ഒരു കളി അവരുടെ കയ്യിലുണ്ട്, ഞങ്ങൾക്ക് 3 പോയിൻ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. സോ ഗെയിം ഓൺ. ആ രൂപത്തിലാണ് ഞാനിതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ടൈറ്റിൽ റേസ് അവസാനിച്ചു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള പെർഫോമൻസ് നടത്തുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇനി 5 മത്സരങ്ങൾ കൂടിയുണ്ട് ഞങ്ങൾക്ക്. അവർക്ക് 6 മത്സരങ്ങളും. ഞങ്ങൾക്ക് 3 പോയിൻ്റ്. ഇപ്പോൾ ഞങ്ങൾ മുന്നിലുമാണ്. സോ ദർ ഈസ് സ്റ്റിൽ സോ മച്ച് ടു പ്ലേ. അതുകൊണ്ട് ടൈറ്റിൽ റേസ് അവസാനിച്ചു എന്ന തരത്തിൽ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. പിന്നെ ഒരു കാര്യം കൃത്യമാണ്, ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ നഷ്ടപ്പെടുത്തി. ഇനി ഞങ്ങൾക്ക് 5 അവസരങ്ങൾ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഒരുപാട് ഓപ്പൺ ചാൻസസ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അവർക്കെതിരെ ചെയ്യുന്ന പോലെ നമുക്ക് കൃത്യമായിട്ട് ബോൾ വലയിലേക്ക് എത്തിക്കാൻ പറ്റണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ 3 പോയിൻറ്റുമായിട്ട് മുന്നോട്ട് പോവുക. സോ കളിയിൽ തീർച്ചയായിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ വി ആർ നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. കിരീടത്തിലേക്കുള്ള പോരാട്ടവും കുതിപ്പും ഒന്നും ഞങ്ങളിവിടെ നിർത്താൻ പോകുന്നില്ല. ഞങ്ങൾ ഇനി വീണ്ടും പോരാടാൻ വേണ്ടി തന്നെ തയ്യാറാവുകയാണ്. ദാറ്റ്സ് ഫോർ ഷുവർ എന്നുകൂടി മൈക്കൽ ആർട്ടിറ്റ പറയുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുട്ടിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.